ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. വേദാവിനാശിനം നിത്യം യായേനമജമവ്യയം കഥം സപുരുഷ പാർത്ഥ ഖം ഖാദയതി ഹന്തികം. സാരം: അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമങ്ങളില്ലാത്തവനുമാണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? ഭാവാർത്ഥം: എല്ലാറ്റിനുമുണ്ട് അതിൻ്റേതായ പ്രയോജനം. ശരിയായ പ്രയോജനമുണ്ടാകത്തക്ക വിധം വേണ്ട സന്ദർഭത്തിൽ ഉപയോഗിക്കുവാൻ പൂർണ്ണജ്ഞാനമുള്ള ഒരാൾക്കറിയാം. ഹിംസ കൊണ്ട് പ്രയോജനമുണ്ട്. അതെവിടെ പ്രയോഗിക്കണമെന്നും എങ്ങനെയെന്നും ആ ജ്ഞാനമുള്ളവരാണ് നിശ്ചയിക്കേണ്ടത്. സമാധാനപ്രിയനായ ജഡ്ജി ഒരു ഘാതകന് മരണശിക്ഷ വിധിച്ചാൽ അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വയ്യ. നീതിശാസ്ത്രാനുസൃതമായാണ് അദ്ദേഹം മറ്റൊരാളെ ഹിംസിക്കുവാൻ ആജ്ഞാപിക്കുന്നത്. ഒരു ഘാതകൻ അയാൾ ചെയ്ത കൊടും പാപത്തിൻ്റെ ഫലം അടുത്ത ജന്മം അനുഭവിക്കാൻ ഇടവരാതിരിക്കാൻ മരണശിക്ഷയ്ക്ക് വിധിക്കണം. മനുഷ്യ സമൂഹത്തിൻ്റെ നിയമഗ്രന്ഥമായ മനുസംഹിത ഇങ്ങനെ പിന്താങ്ങുന്നുണ്ട്. അതുകൊണ്ട് കൊലയാളിയെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് ഗുണകരമത്രേ. കൃഷ്ണൻ യുദ്ധത്തിന് ആജ്ഞാപിക്കുമ്പോൾ ആ ഹിംസ പരമോന്നത നീതിക്ക് അനുസൃതമാണെന്ന് തീർച്ചയാക്കാം. മനുഷ്യനെ അഥവാ ആത്മാവിനെ ഒരു പ്രകാരവും കൊല്ലാൻ സാധ്യമല്ലെന്നിരിക്കെ കൃഷ്ണനു വേണ്ടി നടത്തുന്ന യുദ്ധത്തിൽ വന്നു ചേരാവുന്ന ഹിംസയെ അല്ലെന്ന പൂർണ്ണബോധത്തോടെ അർജുനൻ ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കണം. നീതി നിർവഹണത്തിനായുള്ള ഹിംസ അനുവദനീയമാണ്. ശസ്ത്രക്രിയയുടെ ഉദ്ദേശം രോഗിയെ കൊല്ലുകയല്ല, മറിച്ച് രോഗം മാറ്റുകയാണല്ലോ. കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് അർജുനൻ പരിപൂർണ ജ്ഞാനത്തോടെ ചെയ്യുന്ന ഈ യുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ.